റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ടുള്ള ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. യോജിച്ചവ ചേർക്കാം. ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് കറക്റ്റ് വായിക്കുക. ഇടയിൽ വിട്ടുപോയ വാക്കുകൾ ബ്രാക്കറ്റിൽ നിന്ന് നോക്കി ഓരോന്നും കൃത്യമായ സ്ഥാനത്ത് വെച്ചുകൊടുക്കുക. ഇവിടെ ബ്രാക്കറ്റിലുള്ള വാക്കുകൾ നോക്കൂ. എന്തൊക്കെ? സ്വീകരിക്കുകയില്ല, പിന്നെ മറ്റുള്ളവരെ, ലോകമാന്യത്തിനു, അമലും പ്രശംസക്കോ മാത്രമായിരിക്കണം. ഇതൊക്കെയാണ് ഇവിടെ ചേർക്കാനുള്ള വാക്കുകൾ. പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ഇഖ്ലാസില്ലാത്ത ഒരു ഡാഷ് അല്ലാഹു ഡാഷ് ഒരു അമൽ ചെയ്യുമ്പോൾ അതു ഡാഷ് കാണിക്കാനോ ഡാഷ് ആവരുത്. അല്ലാഹുവിന് വേണ്ടി ഡാഷ് അല്ലെങ്കിൽ അത് ഡാഷ് വേണ്ടിയാകും. അപ്പോൾ എന്താണ് ഇവിടെ ചേർക്കാനുള്ളത്? ഇഖ്ലാസില്ലാത്ത ഒരു അമലും എന്നിവിടെ ഉണ്ടല്ലോ. ഇതാണ് ആദ്യമായിട്ട് വെച്ചുകൊടുക്കേണ്ടത്. ഇഖ്ലാസില്ലാത്ത ഒരു അമലും അല്ലാഹു. ഇനി എന്താ അവിടെ? ഇതാണ് ഇനി അടുത്ത് വെക്കേണ്ടത്. സ്വീകരിക്കുകയില്ല എന്നാണ്. ഇഖ്ലാസില്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ അത് കറക്റ്റായി. ഇഖ്ലാസില്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി ഒരു അമൽ ചെയ്യുമ്പോൾ അത് ഡാഷ് കാണിക്കാനോ, എന്താണ്? മറ്റുള്ളവരെ കാണിക്കാനോ. ഇതാണ് അവിടെ ചേർക്കേണ്ടത്. മൂന്നാമതായിട്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ എന്നെഴുതി കൊടുക്കാം. മറ്റുള്ളവരെ കാണിക്കാനോ, പിന്നെന്തിനോ വേണ്ടിയാവരുത്? പ്രശംസക്കോ ആവരുത്. ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത് എന്നിവിടെ ഉണ്ട്. പ്രശംസക്കോ ആവരുത്. പിന്നെ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് ഇവിടെ ചേർക്കേണ്ടത്. അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അപ്പോൾ അത് കറക്റ്റായി. അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാവും? അത് ലോകമാന്യത്തിനു വേണ്ടിയാകും. അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാവും. അപ്പോൾ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി നോക്കൂ. ഇഖ്ലാസില്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാകും. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ടുള്ളൊരു ആക്ടിവിറ്റി നോക്കൂ. പൂർത്തിയാക്കാം. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങളൊക്കെ അവസാന ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ പഠിച്ചു വെച്ചതിൽ നിന്നാണ് ഇതേണ്ടത്. എന്താണ് ഒന്നാമത്തത്? മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ. മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടെ വേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായി. ഇനി 2, കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക്. കൽബിനെ കുറേ രോഗങ്ങളുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള അസൂയ, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ കുറേ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളൊക്കെ വരാതെ നമ്മൾ സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് വിജയിക്കാൻ കഴിയും എന്നല്ല പഠിച്ചിട്ടുള്ളത്.
കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന് എഴുതി കൊടുക്കാം. പിന്നെ മൂന്നാമതെന്താ, ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം, നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യപരമായ നേട്ടം മാത്രം എന്ത് ചെയ്യരുത്, ഉദ്ദേശിക്കരുത് എന്നാണ്. ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. നാലാമത്തെ എന്താ, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്നാണല്ലോ. തഖ്വ ചെയ്യുക, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. അഞ്ചാമത്തത്, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നല്ല പഠിച്ചിട്ടുള്ളത്, സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്, 2 വീതം എഴുതാം. ഇവിടെ ആകെ 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാവും. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ, മനസ്സിൻ്റെ രോഗങ്ങൾ, കൽവിൻ്റെ രോഗങ്ങൾ നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. മനസ്സിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം തുടങ്ങിയവയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 2 എഴുതുന്നുണ്ട്, അസൂയ, അഹങ്കാരം, 2 ഇവിടെ എഴുതുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് ഏതും എഴുതാം. ഇനി അതിൽ 2ാമത്തെ ചോദ്യം എന്താണ്, കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കൽബിൻ്റെ രോഗങ്ങളാണ് പറഞ്ഞത്, കുറച്ച് രോഗങ്ങളൊക്കെ പറഞ്ഞു. ആ പാഠത്തിൽ തന്നെ അതിൻ്റെ മരുന്നുകളും പറയുന്നുണ്ട്. എന്താണ് ആ പാഠത്തിൽ 5ാമത്തെ പാരഗ്രാഫിൽ അവസാന ഭാഗത്തുണ്ട്, ഇൽമ് പഠിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്കതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ ആദ്യത്തെ 2 ഇവിടെ എഴുതിയേക്കാണ്. ഇൽമ് പഠിക്കുക, അത് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ്. 2ാമത്തേത് എന്താ, നല്ലവരുമായി കൂട്ടുകൂടുക. വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നല്ലവരുമായി കൂട്ടുകൂടുക, ഇത് 2ഉം. അതുപോലെ നേരത്തെ പറഞ്ഞത് മുഴുവനും എന്താണ്, കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ആദ്യത്തെ 2 എഴുതിയെന്ന് മാത്രം. ഇനി 3ാമത്തേത് എന്താ, സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പിന്നെ ആദ്യ പാഠത്തിൽ തന്നെ അതിൻ്റെ 2ാമത്തെ പേജിൽ കുറേ കാര്യങ്ങൾ, സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറയ്ക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, പാപങ്ങൾ വെടിയുക, പ്രയാസങ്ങൾ സഹിക്കുക, മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരുടെ കടമകൾ നിർവഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 2 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നന്മ അധികരിപ്പിക്കുക. പിന്നെ 2ാമത് നല്ല വാക്ക് പറയുക. ഇങ്ങനെ 2 കാര്യങ്ങൾ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ചെറിയത് എഴുതിയേക്കാണ് ഒന്നും കൂടി എളുപ്പം. പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക, ജീവിതത്തിൽ പകർത്തേണ്ടത് മുഴുവനായിട്ട് പകർത്താം. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമുള്ളതൊക്കെ എഴുതി വെക്കാം. ഇനി 4ാമതൊരു ആക്ടിവിറ്റി, ആശയം എഴുതാം. ആശയം എഴുതാന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാൻ തന്നെയാണ്. അതിൽ ഒരു ചോദ്യമുള്ളൂ. 1ാമത്തെ ചോദ്യം എന്താണ്, ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ എന്നാണ്. ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, അതിൻ്റെ ആശയം എന്താണ്, മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണല്ലോ, മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക, നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നർത്ഥം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി എന്താ, വ്യക്തമാക്കാം.
എന്താണ് അതിലൊരു 3 ചോദ്യം ഉണ്ടായാലും ഒന്നാമത്തെ ചോദ്യം സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്താണ്? സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നബി എന്താണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്? ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ അഥവാ ഉത്തമ സ്വഭാവത്തിൻ്റെ മാതൃകയാണ് നബിതങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും നബിതങ്ങൾ സൽസ്വഭാവത്തിനെ കുറിച്ചും കണ്ട് അല്ലെങ്കിൽ സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണത്? അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്നാണ്. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി, പിന്നെ ഫഅഹ്സിൻ ഖുലുഖി എന്നാണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. ഇങ്ങനെ ഹദീസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം പൂരിപ്പിക്കാനേക്കാരം, ചിലപ്പോൾ ആശയദാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഓർഡർ ആക്കാനൊക്കെ ആവും. എങ്ങനെ വരാറുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, ഹസ്സൻത ഖൽഖി എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി, ഫഅഹ്സിൻ ഖുലുഖി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ എന്നാണ് അർത്ഥം. ഇത് പരീക്ഷ എഴുതുമ്പോഴും അതേപോലെ പഠിക്കുമ്പോഴൊക്കെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഈ 2 വാക്കുകൾ ഒന്ന് തെറ്റാതെ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തത് ഖൽഖി എന്നാണ്, ഈ ലാമിന് സുക്കൂനാണ്, ഖൽഖി. അടുത്തത് ഖുലുഖി എന്നാണ്, ഖുൽഖി എന്നല്ല ഖുലുഖി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി രണ്ടാമത്തത് എന്താ? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് സൽസ്വഭാവം ശീലിക്കാം എന്തിലൂടെ? നമുക്ക് സൽസ്വഭാവം ശീലിക്കാം എന്തിലൂടെ? അതിൻ്റെ ആൻസർ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് സൽസ്വഭാവം ശീലിക്കാം. ഒന്നും കൂടി പറയാൻ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി തങ്ങൾ പറഞ്ഞത്. ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇഖ്ലാസിനെ കുറിച്ച് ചോദിച്ചല്ലോ. എന്താ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നല്ല പറഞ്ഞത്? നോക്കൂ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ അർത്ഥം ശ്രദ്ധിക്കുക. എന്താണ്? നീ അള്ളാഹുവിനെ കാണും പോലെ അവനെ ഇബാദത്ത് ചെയ്യുക, അവനെ ഇബാദത്ത് ചെയ്യുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് അർത്ഥം. അർത്ഥം കൂടി മനസ്സിലാക്കുക. ഇനി 6ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 3 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തത് ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്താണ്? എന്താണ്? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നോക്കൂ ഒന്നും കൂടി. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്നെഴുതിയാലും മതി, ഉദ്ദേശിക്കലാണ് എന്നെഴുതിയാലും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ എന്താ? തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? തസ്കിയത്തുൽ ഖുലൂബ് എന്താണ്? അതിൻ്റെ താരീഫ് എന്താണ്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഒന്നും കൂടി നോക്കൂ. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ, അല്ലെങ്കിൽ കൽബിനെ ശുദ്ധിയാക്കലാണ്. അങ്ങനെ എഴുതാം. അതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് എന്താ? സൽസ്വഭാവം എന്നാൽ എന്ത്? നമ്മൾ ആദ്യ ഭാഗത്തിന് പഠിച്ചതാണ്. സൽസ്വഭാവം എന്നാൽ എന്ത്? എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ. അങ്ങനെ ഇതാം. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ. അങ്ങനെ ഇതാം. അല്ലെങ്കിൽ മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ
പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.